നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആത്മീയ സംഗമത്തിന് വേദിയാകാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ഒരുങ്ങിക്കഴിഞ്ഞു. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ജനുവരി 13 പൗഷ് പൗർണിമ സ്നാനത്തോടെയാണ് കുംഭമേളയ്ക്ക് തുടക്കമാകുന്നത്. മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 തിരശ്ശീല വീഴും. ഇതിന് 45 ദിവസം നീളുന്ന മഹാകുംഭമേളയിലേക്ക് 40 കോടി പേർ എത്തും എന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മഹാകുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനായി മഹാകുംഭമേള എന്ന പേരിൽ 4 മാസത്തേക്ക് പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ചാണ് സർക്കാരിന്റെ ക്രമീകരണം എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ഞെട്ടുക തന്നെ വേണം. ഹൈന്ദവ വിശ്വാസികൾ പുണ്യനദികളെന്ന് കരുതുന്ന ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലെ സ്നാനമാണ് കുംഭമേളയുടെ പ്രധാന ആകർഷണം. ഇതുവഴി മോക്ഷം ലഭിക്കും എന്നാണ് തീർത്ഥാടകരുടെ വിശ്വാസം. ജനുവരി 13, ഫെബ്രുവരി 26 എന്നീ ദിവസങ്ങൾ കൂടാതെ മകരസംക്രാന്തി ദിനമായ ജനുവരി 14, മൗനി അമാവാസി ദിനമായ ജനുവരി 29, വസന്ത പഞ്ചമി ദിനമായ ഫെബ്രുവരി 3, മാഘി പൗർണമി ദിനമായ ഫെബ്രുവരി 12 എന്നീ തീയതികളിലാണ് മറ്റ് പ്രധാന സ്നാനങ്ങൾ നടക്കുന്നത്. മകരസംക്രാന്തി, മൗനി അമാവാസി, വസന്ത പഞ്ചമി എന്നീ ദിവസങ്ങളിൽ മാത്രം ഏകദേശം 12 കോടി പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. മഹാകുംഭമേളയിലേക്ക് എത്തുന്ന ജനസാഗരത്തിനുള്ള പാർപ്പിടങ്ങൾക്കായി 1.5 ലക്ഷത്തിലധികം താൽക്കാലിക ടെന്റുകൾ അധികൃതർ ഒരുക്കി കഴിഞ്ഞു. കൂടാതെ 4.5 ലക്ഷം പുതിയ വൈദ്യുതി കണക്ഷനുകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മേളനഗരിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 6400 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തീർത്ഥാടകർക്കായി 10,000-ലധികം ട്രെയിൻ സർവീസുകളും റെയിൽവേ പ്രയാഗ്രാജിലേക്ക് നടത്തും എന്നാണ് അറിയുന്നത്. ഇതിൽ 3300 എണ്ണം സ്പെഷ്യൽ ട്രെയിനുകളാണ്. വിവിധ വിമാന സർവീസ് കമ്പനികളും സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാകുംഭമേളയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി 7 ലെയർ സെക്യൂരിറ്റി സ്കീം ആണ് ഉത്തർപ്രദേശ് പോലീസ് നടപ്പിലാക്കുന്നത്. മേള നഗരിയിൽ 10,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കർശന പരിശോധന നടക്കുന്നതിന് പുറമെ 2700 AI ക്യാമറകളും സദാസമയം നിരീക്ഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പോലീസിന് പുറമെ NDRF, CAPF, PAC, SDRF ഉദ്യോഗസ്ഥരും ഈ ഒരു സുരക്ഷയൊരുക്കും കുംഭമേളയ്ക്കായി. മേളനഗരിയിലും പ്രയാഗ്രാജിലും സമീപ ജില്ലകളിലും ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കും. ജില്ലയിൽ വിവിധ ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ച പരിശോധനയ്ക്കുള്ള സംവിധാനവും ഏർപ്പെടുത്തും. ആകാശത്തിന് പുറമെ വെള്ളത്തിനടിയിലും ഡ്രോണുകൾ വിന്യസിക്കും. വെള്ളത്തിനടിയിൽ 100 മീറ്റർ വരെ താഴ്ചയിലും കരയിൽ നിന്ന് 120 മീറ്റർ വരെ ഉയരത്തിലും നിരീക്ഷണം സാധ്യമാകുന്ന ഡ്രോണുകളാണ് വിന്യസിക്കുന്നത്. കൂടാതെ ആന്റി ഡ്രോൺ സിസ്റ്റവും മേഖലയിൽ സ്ഥാപിക്കുന്നതാണ്. നദിയിൽ ഇറങ്ങുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി 700-ലധികം ബോട്ടുകളും വിന്യസിക്കും. കൂടാതെ റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന ലൈഫ് ബോട്ടുകളും വൻതോതിൽ നൽകുന്നതായിരിക്കും. കുംഭമേളയിലേക്ക് 125 ആംബുലൻസുകളും 7 റിവർ ആംബുലൻസുകളും സംസ്ഥാന സർക്കാർ വിന്യസിക്കും. തീപിടുത്തം തടയാനായി 4 ആർട്ടിക്കുലേറ്റിംഗ് വാട്ടർ ടവറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് കേരളത്തിന്റെ 10 ഇരട്ടിയോളം വരുന്ന ജനസംഖ്യയാണ് ഈ ദിവസങ്ങളിൽ കുംഭമേള കാണാനായി എത്തുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഗമ ഭൂമിയായി ഇത് മാറുന്നത്.